ഇന്ന് നമ്മളുള്ളത് എറണാകുളത്താണ്. എറണാകുളത്തെ എടപ്പള്ളിയിലാണുള്ളത്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ സമയം 4 മണി കഴിഞ്ഞ്. അപ്പോൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുമ്പോഴാണ് നമ്മളെ മറ്റാളുണ്ടല്ലോ, ഹലോ നമസ്കാരം, ഞാൻ മൃണാളെന്ന് പറഞ്ഞ മനുഷ്യൻ, ആളെ കടയുടെ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ നേരെ ഹംഗറി മൃണാലിലേക്ക് പോയി. അവിടെ മൂപ്പര് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ചിക്കൻ ബിരിയാണി ഭയങ്കര ടേസ്റ്റിയാന്നുള്ളത്. എന്നിട്ട് ചിക്കൻ ബിരിയാണി പറഞ്ഞു വന്നു. ചിക്കൻ ബിരിയാണി ദം ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷെ ദം ബിരിയാണി വന്നപ്പോൾ ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറ് പോലെ ആയോ എന്നൊരു സംശയം. വൈറ്റ് റൈസാണ് അതിൻ്റെ മേലെ വന്നിട്ടുള്ളത്. ഇത് മറ്റേ വട്ടപാത്രത്തിൽ കുമ്പിളി കുത്തിയിട്ട് അടിക്കണ പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല, രസമുണ്ട്. പക്ഷേ റൈസ് നമ്മൾ സാധാരണ ഒരു നെയ്ച്ചോറുണ്ടല്ലോ, നെയ്ച്ചോറിൻ്റെ പോലെയാണ് റൈസ് വന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ആളോട് ചോദിച്ചു, ഇതെന്താ സംഭവം, ഇങ്ങനെ വരാൻ എന്താ കാരണം, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ എറണാകുളത്തെ ബിരിയാണി ഇങ്ങനെയാണോ, ദം ബിരിയാണി ഇങ്ങനെയാണോ എന്നുള്ള സംശയത്തിൽ ഞാൻ അവിടുത്തെ എനിക്ക് എടുത്തു തന്ന ആളോട് ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ തന്നെയാണോ ഇവിടെ സെർവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനുള്ള മറുപടി ഒന്ന് കേട്ട് നോക്കട്ടാ. ഒരുമിച്ച് അടിക്കണത് അത് സെപ്പറേറ്റ് അടിക്കണത് അല്ല, നമുക്ക് സാധാരണ നെയ്ച്ചോറ് കഴിച്ചത് തീരെ വന്നുള്ളത് സെപ്പറേറ്റ് ആണ് അടിച്ചിട്ടുള്ളത്. അല്ല, റൈസ് പക്ഷേ വൈറ്റ് റൈസ് ആണ് വന്നത്. വൈറ്റ് റൈസ് ആണല്ലോ വന്നത്. അത് മോൾഡ് റൈസ് ചെത്തിടുന്നു, അടിയില് മിക്സ് ആക്കില്ല, പിന്നെ മിക്സ് ചെയ്യലാണ്. ചോദിച്ചതാണ് എന്താ, നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ റൈസ് സാധാരണ നെയ്ച്ചോറ് വെച്ചിട്ട് അതിൻ്റെ മേലെ ചിക്കൻ്റെ മേലെ നെയ്ച്ചോറിട്ട പോലെ ഉണ്ട്. അല്ലാണ്ട് ഒരു ദം ബിരിയാണി കഴിച്ചൊരു ഫീലില്ല. എന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാണ്. നമുക്ക് കുറെ കഴിച്ചിട്ടുള്ളതാണ്, ചോദിച്ചാണ്. ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ട് അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ തന്നെ സെർവ് ചെയ്യുന്നത്. അപ്പൊ അടി വരുന്ന മസാലയുടെ ഇത് വരില്ല, ഗ്രേവി റൈസില് അത് ഫസ്റ്റ് നമ്മൾ പൊട്ടിച്ചെടുക്കില്ലേ, അത് മിക്സ് ആക്കില്ല നിങ്ങൾ, പിന്നെ മിക്സ് ചെയ്യണം. എന്നാലും കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അല്ല, ഇതിന്റെ ഈ സംഭവം മേലേക്ക് വന്നിട്ട് അതിന്റെ ഫ്ലേവർ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്താലേ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ റൈസിന്. നമുക്ക് ദം ബിരിയാണി റൈസിന്റെ ഫ്ലേവർ ഇല്ലല്ലോ. അത് ഉണ്ടാ എനിക്ക് തോന്നിയാ? അല്ല, ദം ബിരിയാണി ചിക്കനൊക്കെ റൈസ് എന്തെങ്കിലും വൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? അതായത് നമ്മള് ഓരോ ബാച്ച് റൈസ് അടിക്കുക ചെയ്യുന്നത്. അപ്പൊ ബാച്ച് അടിച്ചിട്ട് നമ്മൾ പീസിന്റെ മുകളിൽ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ തിരക്കായതുകൊണ്ട് മുകളിലത്തെ റൈസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അല്ല, നമുക്ക് സാധാരണ ചിക്കനും ഒക്കെ, പക്ഷെ സാധാ ഒരു നെയ്ച്ചോറിന്റെ ഒരു ഫീല് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ദം ബിരിയാണി കഴിച്ചിട്ട്. ഇപ്പോ ഓരോ ബാച്ച് റൈസ് ആണ് ചെയ്യുന്നത്.